റിലീസാകുന്നതിന് മുൻപേ തന്നെ രാജ്യത്ത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്ന ചിത്രമായിരുന്നു 2023 പുറത്തിറങ്ങിയ സുദീപ്ത സെന്നിന്റെ ദി കേരള സ്റ്റോറി. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ കേരള സ്റ്റോറി 2 തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുകയാണ്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയതോടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കേരളത്തിൽ നിന്നാണ് കൂടുതലായും വിമർശനം ഉയരുന്നത്. സിനിമയിൽ കേരളത്തിൽ നിന്നുള്ള യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും എന്നാൽ യുവതിയെ ബലം പ്രയോഗിച്ച് കഴിപ്പിക്കുന്നതുമെല്ലാം ട്രെയിലറിലുണ്ടായിരുന്നു. ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. യഥാർത്ഥ കേരളം എന്താണ് എന്നറിയാൻ അണിയറ പ്രവർത്തകർ കേരളത്തിലേക്ക് വരണമെന്നും ഒരു ഭാഗത്ത് ആവശ്യമുയരുന്നുണ്ട്. മാത്രമല്ല, സിനിമയുടെ ഉള്ളടക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് മിക്ക ആളുകളും കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണോ കേരളം എന്ന സംശയം പ്രകടിപ്പിച്ച് ഇതര ഭാഷക്കാരും കമന്റ് ഇടുന്നുണ്ട്. ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് പുതുമുഖങ്ങളാണ്. പെൺകുട്ടികളിലൂടെയാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ഇതൊരു കഥ മാത്രമാണെന്ന് അവർ പറഞ്ഞു. അവരതിനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു, അവരതിനെ അവഹേളിക്കാൻ ശ്രമിച്ചു. പക്ഷെ സത്യം നിലയ്ക്കുന്നില്ല. കാരണം ചില കഥകൾ അവസാനിക്കുന്നില്ല. ഇത്തവണ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു, കൂടുതൽ വേദനിപ്പിക്കുന്നു എന്നാണ് ട്രെയിലർ പങ്കുവെച്ചുകൊണ്ട് നിർമ്മാതാക്കൾ കുറിച്ചത്. നേരത്തെ റിലീസ് ചെയ്ത കേരള സ്റ്റോറി 2 ടീസറും വ്യാപകമായി ട്രോളുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു. ടീസർ പുറത്തിറക്കിയതിന് പിന്നാലെ കടുത്ത വിമർശനവും ട്രോളുകളും ചിത്രത്തിനെതിരെ ഉയർന്നു. ഇതിലെവിടെയാണ് കേരള സ്റ്റോറി? കേരളത്തിനെതിരെ വീണ്ടും വിദ്വേഷ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രൊപ്പഗാൻഡ ചിത്രം, നാഷണൽ അവാർഡ് ഉറപ്പു എന്നൊക്കെയുള്ള പരിഹാസ കമന്റുകളാണ് പലരും അന്ന് കമന്റ് ചെയ്തത്. ഫെബ്രുവരി 27-നാണ് കേരള സ്റ്റോറി 2 തിയേറ്ററിൽ എത്തുക. ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണ് ചിത്രത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. ദേശീയ അവാർഡ് നേടിയ കാമാഖ്യ നാരായണ സിംഗ് ആണ് സിനിമയുടെ സംവിധാനം. ആദ്യ ഭാഗം നിർമ്മിച്ച വിപുൽ ഷാ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും നിർമ്മാതാവ്. അതേസമയം ഒട്ടേറെ വിമർശനങ്ങൾക്കും ഒപ്പം കയ്യടികൾക്കും വിധേയമായ ഒരു പ്രൊപ്പഗാൻഡ സിനിമയായാണ് സുദീപ്ത സെൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറി എത്തിയത്. കേരളത്തിൽ വ്യാപകമായ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും നിരവധി സ്ത്രീകളെ മതം മാറ്റി IAS എത്തിച്ചെന്നുമായിരുന്നു സിനിമ ആരോപിച്ചത്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലായിരുന്നു ഈ സിനിമയുടെ റിലീസ്. കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ രീതിയിൽ ചിത്രത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് തിയേറ്ററിൽ ചുരുക്കം പ്രേക്ഷകർ ഈ ഒരു സിനിമ കണ്ടത്. ചിത്രം ബംഗാളിലും തമിഴ്നാട്ടിലും ആദ്യം നിരോധിച്ചിരുന്നു, എന്നാൽ പിന്നീട് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അദാ ശർമ്മ, സിദ്ധി ഇദ്നാനി, യോഗിത ബിഹാനി, സോണിയ ബലാനി എന്നിവർ അഭിനയിച്ച ചിത്രത്തിൽ അദാ ശർമ്മയാണ് നായികയായത്. 20 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടുമായി 300 കോടിയിലധികം രൂപ കളക്ഷൻ നേടുകയും 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. 2023 മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ സുദീപ്ത സെൻ സ്വന്തമാക്കുകയും ചെയ്തു. ഇതും വ്യാപക വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു. ദേശീയ അവാർഡിന്റെ നിലവാരം കുറഞ്ഞെന്നായിരുന്നു അന്ന് വിമർശനങ്ങൾ ഉയർന്നത്.